ഈ ആവിർഭാവത്തെക്കുറിച്ച് സ്വാമിജിക്ക് എന്താണ് അതിൻ്റെ ഒരു അതിനെക്കുറിച്ചൊരു സങ്കല്പത്തെക്കുറിച്ചോ അതെങ്ങനെ ആവിർഭവിച്ചു എന്നുള്ളത് സ്വാമിജി എങ്ങനെ അതിനെ കാണുന്നത്? ഈ ഇതിൽ അങ്ങ് പറയുന്നത് പോലെ തന്നെ ഇത് ഒരു ഉണർവ് പെട്ടെന്ന് ഉണ്ടാവുക, ഒരു തപസ് അവിടെ ഉണ്ടായിരുന്നതിന് പെട്ടെന്ന് അതിന് ഉണരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക, നമ്മളെല്ലാം അതിൻ്റെ ഒരു നിമിത്തമായി മാറുക എന്ന് പറയുന്നത്. നമ്മൾ പൊതുവിൽ പല കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈശ്വരീയമായ ഒരു കാര്യം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ വിരാട് രൂപം നമ്മൾ നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആരംഭത്തിലേക്ക് നയിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നത്ര ഇത്തരം കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയാണെങ്കിൽ മാറിപ്പോക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ കാര്യങ്ങളിൽ ഇടപെടാറുള്ളത്. അപ്പോൾ കോട്ടയ്ക്കൽ വെച്ചിട്ടൊരു സ്വീകരണം നടക്കുമ്പോൾ കോട്ടയ്ക്കൽ കോവിലകത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളാണ് ഇങ്ങനെ തിരുനാവായ പഴയ ഇത് ഞങ്ങളൊന്ന് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഇത്തവണ ഒന്ന് സ്വാമിജി കൂടി അതിൻ്റെ ഒന്ന് ഭാഗമായിട്ട് അതിൻ്റെ ഒരു രക്ഷാധികാരിയായിട്ടൊക്കെ ഒന്ന് ഉണ്ടാവണം, എന്നാൽ കുറച്ചുകൂടി നമുക്കതൊന്ന് വിപുലമാക്കണം എന്നുണ്ട്. അതന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി. ഒരു നവംബറിൽ, അതായത് ജനുവരിയിൽ തുടങ്ങുന്നതിന് നവംബറിൽ ഇതുപോലെ അതിന് അവിടെ ചെറിയ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിന് സംഘടിപ്പിച്ച് വരുന്ന ആളുകളായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയും ഈ കോട്ടയ്ക്കൽ കോവിലകത്തിൻ്റെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് വീണ്ടും വന്ന് അങ്ങനെയുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അത് സമയമായി നൽകി. അപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് പ്രയാഗ്രാജിൽ എല്ലാ വർഷവും നടക്കുന്ന മാഘം തന്നെയാണ് ഇവിടെയും നടന്നിരുന്നത്. ഇടക്കാലത്ത് അതിന് മാമാങ്കം എന്ന് പറയുന്നൊരു പേര് വരുമ്പോൾ അപ്പോഴും ആളുകൾ അതിന് ശേഷം ഉണ്ടായിരുന്ന ഈ സാമൂതിരിപ്പാടിൻ്റെ യുദ്ധമൊക്കെ കാരണം അതിനെ നമ്മുടെ പരിചിതമായിട്ടുള്ള അംഗവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുക. പക്ഷേ അത് മഹാമാഘം അല്ലെങ്കിൽ മഹാമകം, ഈ മാഘത്തിൻ്റെ മലയാളമാണ് മകം. അത് മാഘമാസവുമാണ് മകം മാസവുമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ മകം മാസമാണ്. നമുക്ക് നക്ഷത്രം മാത്രമേ മകം എന്നുള്ളൊരു പരിചയമുള്ളൂ. പക്ഷേ മലയാളത്തിൽ മകൻ നക്ഷത്രമാണ്. കാരണം ഈ ശകവർഷത്തിന് പേരിടുന്നത് അങ്ങനെയാണല്ലോ, ഏത് നക്ഷത്രത്തിലാണ് പൗർണമി വരുന്നത് അതിനെക്കുറിച്ചിട്ടാണ് പേരിടുന്നത്. അപ്പോൾ ഈ മഹാമാഘം അല്ലെങ്കിൽ മഹാമകം പറഞ്ഞ് ലോപിച്ചിട്ടാണ് ഈ മാമാങ്കം, നമ്മുടെ ഇവിടെ എറണാകുളം ഋഷിനാഗക്കുളം എറണാകുളം ആയതുപോലെ അങ്ങനെയാണ് ഈ മാമാങ്കത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതും. എങ്ങനെയാണ് പ്രയാഗ്രാജിൽ ഈ ട്രഡീഷൻ കൃത്യമായിട്ട് നടന്നു വന്നത്, അതേപോലെ ഭാരതത്തിൽ നടന്നു വന്നിരുന്ന പൗരാണികമായി നടന്നു വന്നിരുന്ന മറ്റേക സ്ഥലമാണ് തിരുനാവായ എന്നുള്ളതും തിരിച്ചറിയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതലൊന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് കേരളത്തിൽ സനാതന സംസ്കൃതിയിൽ നിളാതടം നിർവഹിക്കുന്ന പങ്ക്, അത് ത്രിമൂർത്തി മലയിൽ നിന്ന് തുടങ്ങി ത്രിമൂർത്തി സംഗമത്തിൽ അവസാനിക്കുന്ന ഒരു പുണ്യനദി, ആ നദിയിൽ എല്ലാ തീർത്ഥങ്ങളും ചേരുന്നു എന്നുള്ള സങ്കല്പം. അങ്ങ് നേരത്തെ സംസാരിക്കുമ്പോൾ ഈ ഉത്തരേന്ത്യൻ ഇറക്കുമതി എന്ന് പറഞ്ഞു. ഈ ഭാരതം തന്നെ ഉത്തരേന്ത്യൻ ഇറക്കുമതിയായിട്ടാണ് ഈ കട്ടിങ് സൗത്തുകാർ പറയുന്നത്. അപ്പോൾ പൂർവാചാര്യന്മാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്നും തലമുറകൾക്ക് പോലും ഇല്ലാത്തൊരു കാലത്താണ് ആ ആചാര്യന്മാർ ഈ നദിയെ ഭാരതപ്പുഴ എന്ന് വിളിക്കുന്നത്. ഉത്തരേന്ത്യയിലെ ഭാഗവതത്തിലാണ് പ്രതീജി എന്ന് പറയുന്ന പേരിൽ ഈ നദിയുടെ മഹാത്മ്യത്തെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ആ ഭാരതത്തിൻ്റെ മുഴുവൻ സംസ്കൃതിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാമധേയം. ഇത് തെക്കേ അറ്റത്തെ ഗംഗയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം, ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഒരു നീർച്ചാല് എന്നേ ഉള്ളൂ ഭാരതപ്പുഴയുടെ മുഴുവൻ വലിപ്പത്തിൽ. അത്രയും ഇത് വരുന്നത്. അപ്പോൾ ആ ഭാരതപ്പുഴയെ ഭാരതപ്പുഴ എന്ന് പേരിടുകയും അതിൽ ഗംഗ തന്നെയാണ് ആ സമയത്ത്, ഗംഗയിൽ എല്ലാ തീർത്ഥങ്ങളും ഗംഗയിൽ ചേർന്ന് ഗംഗ തന്നെയാണ് അവിടെ എന്ന് പറയുന്ന പൗരാണികമായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാവുകയും അതിൽ മാഘം എന്നുള്ള വൈശേഷ്യം അവിടെ ഉണ്ടാവുകയും ഒക്കെ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നത് പിന്നെ തുടർന്നുള്ള നമ്മളുടെ അന്വേഷണങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം ജനങ്ങളോട് പങ്കുവയ്ക്കുക, അത്രമാത്രമാണ് ഈ വർഷം നമ്മൾ ആലോചിച്ചത്. ഒരു ചെറിയ പ്രോഗ്രാം അവിടെ നടക്കുക, പക്ഷെ ആ പ്രോഗ്രാം നടക്കുന്നതിലുപരിയായിട്ട് ഇത്ര വൈശിഷ്ട്യമായൊരു സംസ്കൃതി നമുക്കിവിടെ ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക, സജ്ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വർഷം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ അപ്പോൾ ഒരു 3 വർഷം കൊണ്ട്, കാരണം 2028 ഇവിടെ 12 വർഷം കൂടുമ്പോൾ ഉള്ള മഹത്തായ കൂടുതൽ വൈശിഷ്ട്യമാർന്ന സമയം എന്ന് പറയുന്നത് സിംഹസ്ഥ എന്ന് പറയും. സിംഹ രാശിയിൽ വ്യാഴം വരുന്ന സമയം. ഉജ്ജയിൻ കുംഭമേള ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ വ്യാഴം ഒരു വർഷം ഉണ്ടാവും. ഇവിടെ മാഘമാണെങ്കിൽ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഉജ്ജയിനിലെ കുംഭമേളയുടെ സമയം വരുന്നത്. ഈ സിംഹസ്ഥയാണ് ഇവിടെ വൈശേഷ്യം. ആ സിംഹസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും 2028 എത്തിച്ചേരുമ്പോഴേക്കും അതൊരു എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ മാഹാത്മ്യത്തെ നുകരാവുന്ന ഒരു അവസരമാകും എന്നാണ്
പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ കുറച്ച് അതിമോഹിച്ചത് അതും മോഹിച്ചത് അതിമോഹം നമ്മുടെ ഇതിൽ. പക്ഷേ ആ 3 വർഷം കൊണ്ട് ചിന്തിച്ചത് 3 ദിവസം കൊണ്ട് അത് ജനങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള ആലോചന. അപ്പോൾ നവംബറിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നവംബറിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ആ ഒരു സമയത്ത്, കാരണം ഇത് വിപുലമാകാൻ ഭാവിയിൽ വിപുലമാകും, അപ്പോൾ അതിനൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തുടക്കം എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാറ്റിലും മുമ്പായിട്ട് ചെയ്തത് ജില്ലാ കളക്ടർക്ക് ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നവംബർ അവസാനം ഒരു ആലോചനാ യോഗം വിളിച്ചു. പിന്നെ ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലേക്ക് എല്ലാവരും പെട്ടു. അങ്ങനെ ഡിസംബർ 20 ശേഷമാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു നടത്തുന്നതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഒരു 3 ആഴ്ചത്തെ ഒരു പരിശ്രമം, അത് തന്നെ അവസാന ദിവസങ്ങളാണ് എന്തെങ്കിലും കാര്യമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് അതവിടെ നടക്കുന്നത്.